കുട്ടി പെൺകിനെ റോക്കറ്റ് അടക്കണ ഇത്ര വെപ്രാളത്തിൽ എങ്ങോട്ടാ പോകുന്നേ? ഇനി അവൾക്ക് ജോലി എങ്ങാനും കിട്ടിയോ? ഏയ് അതായിരിക്കില്ല. ഇത്ര ഈസി ആയിട്ട് ജോലി കിട്ടുമായിരുന്നെങ്കിൽ ഈ രാജ്യത്തുള്ള മുഴുവൻ പിള്ളേർക്ക് എപ്പോഴും ജോലി കിട്ടിയേനെ. ഇപ്പൊ നിന്നെ തന്നെ നോക്കിയേ, ഈ ചായക്കടയിൽ ചായ അടിച്ചു നിൽക്കുകയല്ലേ. ശരി മനുഷ്യ, സമ്മതിച്ചു. പക്ഷെ ഇവൾക്ക് ജോലിയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇവള് ധൃതി പിടിച്ച് എങ്ങോട്ടായി പോകുന്നത്? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളുടെ പുറകെ ഒന്ന് പോവാം. നിങ്ങൾ ഈ കടയിൽ നോക്കിയോണേ. വേണ്ട വേണ്ട മോണിക്ക, നീ കടയെ അടച്ചാ പോരെ, എന്നിട്ട് ഒരുമിച്ച് പോവാലോ. എന്റെ മനുഷ്യ, അതേ നിങ്ങൾ ഈ കട അടച്ച് എന്റെ കൂടെ ഇറങ്ങുമ്പോഴേക്കും ഇപ്പൊ പോയ സ്വർണ്ണപക്ഷി ഉണ്ടല്ലോ പറന്നങ്ങ് പോവും. പിന്നെ അമ്മയെങ്ങാനും കട അടച്ചിരിക്കണ കണ്ടാലോ അമ്മയുടെ വഴക്ക് മുഴുവൻ കേൾക്കേണ്ടി വരില്ലേ? എന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ പറഞ്ഞത് ശരിയാ. യു ആർ റൈറ്റ്, യു ആർ ഓൾവേസ് റൈറ്റ്. നീ പറഞ്ഞത് ശരിയാണ്. ഒരു കാര്യം ചെയ്യ്, നീ അവളുടെ പുറകെ പോയി അവൾ എന്താണ് ചെയ്യുന്ന നോക്ക്. ഞാൻ ഈ കട നോക്കാം. ചെല്ല് വേഗം ചെല്ല്. ഓൾ ദ ബെസ്റ്റ്. മോനെ അനുരാഗ്, പപ്പ, ആ പ്രതിമ കൊണ്ടുവരാൻ പറഞ്ഞില്ലായിരുന്നോ? വന്നില്ലേ? ഞാനിപ്പോ ചെക്ക് ചെയ്യാം. ചെല്ല. മോളെ, നീ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നേ? ഇന്ന് നീ വളരെ മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങേണ്ട ദിവസമല്ലേ? ഈ പാർട്ടി ഉണ്ടല്ലോ, ഈ പാർട്ടി നമ്മുടെ കുടുംബത്തിൽ വരാൻ പോകുന്ന സന്തോഷത്തിന് വേണ്ടിയുള്ളതാ. നന്നായി വരട്ടെ. ഖുശ്ബു ചേച്ചിയെ സഹായിക്കാന്ന് ഞാൻ വാക്കു കൊടുത്തു. പക്ഷെ ഈ ഫംഗ്ഷനിൽ സൂര്യചേട്ടനുണ്ടെന്നുള്ള കാര്യം ഞാൻ എങ്ങനെയാ മറന്നത്? സൂര്യചേട്ടൻ എന്നെ കാണാതിരുന്നാ മതിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇവിടെയാ ജോലി ചെയ്യുന്നതെന്ന് അദ്ദേഹം അറിയും. അഥവാ അനുരാഗേട്ടനും സാറും പ്രതിമയെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? ഈ ബിന്ദിയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. ഒന്നും വിളിച്ചു നോക്കാം. കാവ്യ മേഡം, മുത്തശ്ശിനെ കിച്ചണിലേക്ക് വിളിക്കുന്നുണ്ട്. ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ട് മേഡം ഈ ഫ്ലവർ ഡെക്കറേഷൻ ഒന്ന് ചെയ്യാമോ? ഇനിയിപ്പോ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ലെന്ന് ഇവരോട് എങ്ങനെയാ പറയുന്നത്? പുറത്തേക്ക് പോയ സൂര്യചേട്ടൻ എന്നെ എന്തായാലും കാണും. അയ്യോ, അത് പിന്നെ അല്ല, ഞാൻ പ്ലീസ് കാവ്യ മേഡം. ഒന്ന് ഫോൺ എടുക്ക് ബിന്ദിയ. നാശം. പ്രതിമയുടെ അത് പിന്നെ അനുരാഗേട്ട, സത്യം പറഞ്ഞ പ്രതിമ ഞാൻ അത് ശരി, പ്രതിമയിലേ ആയിരിക്കുന്നത്. ഈ പ്രതിമ കൊള്ളാം. ഇത് വേഗം അകത്തേക്ക് കൊണ്ടുപോകാം. ശരി. അതേ കൊണ്ടോ. താങ്ക് യു വിദ്യ. നീ പ്രതിമ കൊടുത്തയച്ചത് കറക്റ്റ് സമയത്താ. നീ മാത്രാണ് ഈ സൂര്യജന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരേ ഒരാൾ. നിന്റെ കയ്യിൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ. വിദ്യ പ്ലീസ് വിദ്യ, നീ ട്രൈ ചെയ്ത് ഉറപ്പായി ഇതിനൊരു വഴി കിട്ടും. പ്ലീസ്. ആ പ്രതിമ ഉണ്ടാക്കുന്ന ആൾക്ക് ഞാൻ 10,000 രൂപ കൊടുക്കാന്നാ പറഞ്ഞത്. നിനക്ക് ഞാൻ അതിനേക്കാൾ കൂടുതൽ തരാം. പ്ലീസ്, എങ്ങനെയൊന്ന് ട്രൈ ചെയ്യും.
സൂരജേട്ടാ. എന്താ ഇത്? ആ നോക്കിയൊക്കെ നടന്നൂടെ? ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യാൻ അറിയില്ല. പോ അങ്ങോട്ട്, കൊണ്ടുപോ, വേഗം ആവട്ടെ. നിങ്ങളെന്താ ഇവിടെ? ചേട്ടനും മോണിക്ക ചേച്ചി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മോണിക്ക, 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 നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങളിവിടെ എന്ത് ചെയ്യുക? എനിക്ക് നീ അവിടെ ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. നിന്നെ കാണാനായിട്ട് ഞാൻ ഓടി വന്നതാ. നിങ്ങളോട് കട നോക്കാനല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലെന്ന്. നിനക്കത് അറിയാലോ. വാ, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. ഓം, ഏയ് മനുഷ്യ, നമ്മളിവിടെ എന്തിനാ വന്നിരിക്കുന്നതെന്ന് സൂരജിനോട് പറയ്. അത് പിന്നെ അത് ചേട്ടനെ പറയാൻ മടിയുള്ളോണ്ടാ ഇങ്ങനെ തപ്പി തടയുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഇവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതല്ലേ, അപ്പൊ ഞാൻ കരുതി നമ്മുടെ ചായയെ കുറിച്ച് അവർക്കിടയിൽ പറഞ്ഞാൽ വലിയൊരു കാര്യമായിരിക്കുമല്ലോ, അല്ലേ? അങ്ങനെയല്ലേ? ശരിയാ, ഷീസ് റൈറ്റ്. അതൊരിക്കലും നടക്കില്ല. VIP പാർട്ടിയില് മെമ്പേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. പിന്നെ വർക്കേഴ്സിന്റെ ID. അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് കടത്തിവിടില്ല. അതുകൊണ്ട് ഇതൊന്നും പോസിബിൾ അല്ല. പ്ലീസ്, നിങ്ങളിവിടുന്ന് പോവാൻ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, ദയവ് ചെയ്ത് നിങ്ങളിവിടുന്ന് പോണം പ്ലീസ്. പ്രതിമ, ഈ പ്രതിമ എവിടെ പോയി? അതെന്തായാലും നന്നായി. എന്തായാലും എനിക്ക് സൂരജിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വരെ എത്താൻ പറ്റില്ലോ. ഇനിയിപ്പോ ആ വർക്കേഴ്സ് ബാക്കിയുള്ള സാധനത്തിനോടൊപ്പം പ്രതിമയെ കൊണ്ടുപോയി കാണൂ. എന്താ ഇത്? ആ നോക്കിയൊക്കെ നടന്നൂടെ? എനിക്ക് എങ്ങനെയെങ്കിലും പ്രതിമ വെക്കുന്ന സ്ഥലത്ത് എത്തിയേ പറ്റൂ. അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് പാലിക്കണം. കാശ് സമ്പാദിച്ചേ പറ്റൂ. എന്റെ മന്ത്രി സാറേ, എന്തൊക്കെ ഈ പറയുന്നേ? വരൂന്നേ, സാറിന് ഞങ്ങൾ കാത്തിരിക്കുകയല്ലേ. ഇതെങ്ങനെ ഇവിടെ വന്നു? പപ്പ എന്നെ തിരിച്ചറിഞ്ഞല്ലോ. ഇനി എന്ത് ചെയ്യും? താങ്ക് ഗോഡ്, ഞാൻ ഇവിടെ പ്രതിമയെ നിൽക്കുന്നെന്നുള്ള കാര്യം പപ്പ അറിഞ്ഞിട്ടില്ല. സർ, ഈ അഴുക്ക് എങ്ങനെ ഇവിടെ വന്നു? വീട്ടിൽ പാർട്ടി നടക്കാൻ പോവുക. വലിയ വലിയ അതിഥികൾ വരുന്ന സ്ഥലമാ. വേഗം വൃത്തിയാക്കാൻ നോക്ക്. വേഗം ആവട്ടെ. സർ സർ, അത് അഴുക്കൊന്നുമല്ല, മഞ്ഞൾ കൈകൊണ്ട് പതിച്ചതാ. ഇതിനെ ശുഭമായിട്ടാണ് കരുതുന്നത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനിത് മാറ്റിവെക്കാം. സാരമില്ല,
പിന്നെ മഞ്ഞൾ കൊണ്ടുള്ള ഈ അടയാളം സ്വന്തം മകളാ പതിപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഐശ്വര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ ഈ അവസരത്തിൽ നമ്മുടെ ഇഷാമയുടെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ ഞാനും ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഐശ്വര്യം കൊണ്ടാ.